ഒരു 50 കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് 5000 എന്നോട് മേടിച്ചോണ്ട് പോയത്. ഉണക്കപ്പ അവരുടെ പുറകെ അവിടെ നിന്ന് കപ്പ ഇവിടെ കൊണ്ടു തന്നില്ല. അപ്പൊ അല്ലാതെ അവരുടെ പൈസക്ക് എനിക്ക് ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞാ പോയി. അപ്പൊ എന്താ പറയും, ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി. ഉണ്ട് നമ്മൾ. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കാൻ പോവുകയാണ്. എന്തായാലും ഭർത്താവായ നോബിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൈനിയുടെ ഒരു വോയിസ് ക്ലിപ്പും ഷൈനിയുടെ അച്ഛന്റെ ചില നിർണായക വെളിപ്പെടുത്തലുകളും രംഗത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് എന്തായാലും നമുക്ക് വരാം. അതിനു മുമ്പ് ഇത് ആരാണ് ഷൈനി, എന്താണ് സംഭവം എന്നറിയാത്ത കുറച്ചു പേരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കോട്ടയം ഏറ്റുമാനൂരിൽ ഒരു ട്രെയിനിന് മുന്നിൽ 2 പെൺമക്കളും അമ്മയും കൂടി റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ട്രെയിൻ വരാൻ വേണ്ടി. അങ്ങനെ ട്രെയിൻ വരുന്നു, ഇവരെ തട്ടിത്തെറിപ്പിച്ച് ട്രെയിൻ നീങ്ങുന്നു. ഈ ഒരു ആത്മഹത്യയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് കാണാത്തവർ പോയെന്ന് കാണുക. മറ്റു കൊലപാതക വാർത്തകളിന്റെ ഇടയിൽപ്പെട്ട് അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയമായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ ഒരു വാർത്ത സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്തായാലും ഭർത്താവ് നോബിയുടെയും അയാളുടെ സഹോദരനായ പള്ളിനച്ഛനായ ബോബിയുടെയും ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതായതോടുകൂടിയാണ് ഈ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് നോബി ഷൈനിയെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു. ഏകദേശം 1 വർഷം മുമ്പ് ഒരു രാത്രി നോബി ഷൈനിയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു. എന്നിട്ടും അയാൾ നിർത്തിയില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മോനെ കൊണ്ട് ഷൈനിക്കെതിരെ ഒരു കള്ളപ്പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുപ്പിച്ചു. നോബി ഒറ്റക്കല്ല, എല്ലാത്തിനും സഹായമായിട്ട് സഹോദരനായ ഈ വൈദികനും കൂടെ ഉണ്ടായിരുന്നു. ഷൈനി നോബിയിൽ നിന്നും അകന്ന് താമസിക്കാൻ തുടങ്ങിയതോടെ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ കഴിയാതെ വന്നല്ലോ. അതോടെയാണ് തന്റെ സഹോദരന്റെ പിടിപാട് വെച്ചിട്ട് മറ്റു പല രീതിയിലും ഷൈനിയെ ഉപദ്രവിക്കാമെന്ന് നോബി തീരുമാനിക്കുന്നത്. മകനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് മാത്രമല്ല, നോബിയുടെ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി കുടുംബശ്രീയിൽ നിന്നും 3 ലക്ഷം രൂപ എടുത്തു. ആ ലോണിന്റെ അടവും ഷൈനിയുടെ തലയിൽ. ഈ ലോണുമായി ബന്ധപ്പെട്ട് ഷൈനിയെ ഈ പള്ളിയിലച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറക്കി. ഷൈനിക്കും മക്കൾക്കും നോബി ചെലവിന് കൊടുക്കാതെ മക്കളുടെ പഠിപ്പും ലോണിന്റെ അടവും ഒക്കെ ആയിട്ട് ഷൈനി ഒരുപാട് നടന്നിരുന്നു. പക്ഷെ അവര് വെറുതെ ഇരുന്നില്ല. ഷൈനി ഒരു നേഴ്സിംഗ്, നേരത്തെ കല്യാണത്തിന് മുമ്പ് നേഴ്സിംഗിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് എല്ലാം ഇതായതായിരുന്നു. 13 വർഷത്തോളം പുള്ളിക്കാരി എന്നിട്ട് വർക്ക് ചെയ്യാതിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടന്നിട്ടൊന്നും ജോലി കിട്ടിയില്ല. കാരണം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഒരു വർഷം പിന്നെ എക്സ്പീരിയൻസ് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. ഇത്രയും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഈ പള്ളിയിൽ വെച്ച് പല ഹോസ്പിറ്റലിലും പോയിട്ട് ഇവർക്ക് ജോലി കൊടുക്കരുതെന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ജോലി കിട്ടിയില്ല. അങ്ങനെ ഇവർ സഹി കെട്ടിട്ടാണ് ഈ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തത്. അമ്മയും മക്കളും പരസ്പരം കെട്ടിപ്പുണർന്ന് മരണത്തെ പുഴുകി. ഈ സംഭവം നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി, വലിയ വിവാദവുമായി. പ്രത്യേകിച്ചും ഷൈനിയെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ വൈദികന്റെ ഒരു പ്രസൻസ് ആണെന്ന് അറിഞ്ഞതോടുകൂടി സമൂഹം ഒന്നടങ്കം ഇളകി. നോബിക്കെതിരെയും പള്ളിയിലച്ഛനെതിരെയും വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നത്. ഭാര്യയും മക്കളുടെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ വന്ന നോബിയെ ചെറിയ അഭിഷേകം കൊണ്ടാണ് നാട്ടുകാർ വരവേറ്റത്. പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അയാൾ ജീവനോടെ രക്ഷപ്പെട്ടത്. എന്തായാലും ഈ കേസിൽ ഷൈനിക്ക് നീതി ലഭിക്കുമെന്ന് ആരും കരുതിയില്ല. കാരണം ഇവര് നല്ല പിടിപാടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഈ പള്ളിയിലച്ഛൻ. ഈ വിഷയം വലിയ ചർച്ചയായതോടെ പോലീസിന് വേറെ വഴിയില്ലാതെ ഒടുവിൽ ഷൈനിയുടെ ഭർത്താവ് നോബിയെ പോലീസ് പൊക്കി. എന്തായാലും കൂടുതൽ നടപടികൾ വൈകാതെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത് എവിടെയും എത്തിയില്ല. പിടിപാട് വെച്ച് അതിൽ നിന്നൊക്കെ അയാൾ ഊരിപ്പോന്നു. എന്നാൽ ഇപ്പോൾ ഷൈനി ആത്മഹത്യ ചെയ്തതോടെ ആ കേസ് വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ മുന്നിൽ നിന്ന ഈ പള്ളിയിലച്ഛനും പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വിശ്വാസികളായിട്ടുള്ള മലയാളികൾ ഇയാൾക്ക് നല്ലൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും മിക്കവാറും പള്ളിയിലച്ഛനെ അവിടെ നിന്ന് പുറത്താക്കും. ഇപ്പൊ സഭയൊക്കെ അച്ഛനെ കൈവിട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നാൽ പോലീസ് പൊക്കാനും സാധ്യതയുണ്ട്. ചോദ്യം ചെയ്തതോടെ ഈ നോബി കുറ്റബോധത്തോടെ കരഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം. ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അതിവേഗം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ പലപ്പോഴും കുറ്റസമ്മതം നടത്തിയെന്നാണ്, കുറ്റബോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വളരെയധികം വലിയ ദ്രോഹമായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തലകുമ്പിട്ടിരുന്ന് വിങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ CI പറഞ്ഞത്. കുറ്റബോധത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു, അങ്ങനെ തൻ്റെ ഭാര്യയും 2 മക്കളെയും നഷ്ടമായി, അതിൻ്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് അയാൾ ചോദ്യം ചെയ്യൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് വിശദമായി തന്നെ അയാളെ ചോദ്യം ചെയ്തു. അവസാനം താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ പറഞ്ഞു, മർദ്ദിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു. വലിയ കാര്യമായി പോയി. അവന്റെയൊക്കെ കള്ളക്കണ്ണീരാവാനേ സാധ്യതയുള്ളൂ. ഇനി ഇപ്പൊ കുറെ കരഞ്ഞിട്ടും കുറ്റബോധം ഉണ്ടായിട്ടും എന്താ കാര്യം? ആ 2 പെൺമക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവര് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ? കൊന്നു കളഞ്ഞെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഒക്കെ അത് ജീവിച്ചു പോകാൻ വേണ്ടി ഷൈനി 100% ശ്രമിച്ചു.
അവർ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് ശ്രമിച്ചിരുന്നു. ഈ നോബി പള്ളിയിലച്ഛനും കൂടെയാണ് അത് ഇല്ലാണ്ടാക്കിയത്. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ഷൈനി ജീവനോട് ഇരുന്നേനെ. ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഷൈനിക്ക് വലിയ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. ആത്മഹത്യക്ക് പിന്നിൽ അങ്ങനെ ചില ആരോപണങ്ങളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചെല്ലാം പ്രതികരിച്ചുകൊണ്ട് ഷൈനിയുടെ അച്ഛൻ രംഗത്ത് വരുന്നുണ്ട്. നമുക്ക് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കണ്ടുനോക്കാം. നോബിയെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നീതി കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല, ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ നീതി കിട്ടിയ ഈ നോബിയെ അറസ്റ്റ് ചെയ്താൽ നീതി കിട്ടിയല്ലോ. എൻ്റെ കുഞ്ഞും മകളും പോയി, മകളുടെ 2 പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ. എൻ്റെ മൂത്ത മകളായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നീതിയായിട്ട് ഇപ്പം അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ആയില്ല. അവൻ ശിക്ഷിക്കപ്പെടണം. എൻ്റെ കേട്ടില്ലേ? അറസ്റ്റ് ചെയ്തുകൊണ്ടോ ചോദ്യം ചെയ്തുകൊണ്ടോ നീതി ആവില്ലല്ലോ. താൽക്കാലികമായിട്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഈ സംഭവത്തിന്റെ കെട്ടൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ നോബിയെ രക്ഷിക്കാനാണ് പ്ലാനെങ്കിൽ അതെന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ നോബിക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം, അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. ആ പള്ളിയിലച്ഛനും കിട്ടണം നല്ലൊരു ശിക്ഷ. എന്നാൽ മാത്രമേ ഷൈനിക്കും മക്കൾക്കും നീതി ലഭിച്ചു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും ഇപ്പൊ നടന്ന ഈ അറസ്റ്റ് ഒരു പ്രതീക്ഷ നൽകുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു അട്ടിമറി നടക്കാതിരുന്നാൽ മാത്രം മതി. എന്തായാലും ബാക്കിയും കൂടെ കണ്ടുനോക്കാം. അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായിക്ക് 2:30 മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇറക്കി വിട്ട പെണ്ണിനെ, അല്ലാതെ അവിടുന്ന് പോകുന്നതല്ല. ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ SI സർക്കിളും കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോരുവായത്. ഓക്കെ, അപ്പം നോബിയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് എന്നാണ് നേരത്തെ ആ വന്ന വാർത്ത. എന്നാൽ ഇറങ്ങിപ്പോകുന്നതല്ല, അടിച്ചിറക്കിയതെന്നാണ് അച്ഛൻ പറയുന്നത്. കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോകുന്നതാണ്. പക്ഷെ ഇപ്പൊ അച്ഛൻ പറയുന്നത് ഇറക്കി വിട്ടതാണെന്നാണ്. എത്ര ഉപദ്രവങ്ങൾ നേരിട്ടിട്ടും ഷൈനി സഹിച്ചും പിടിച്ചും അവിടെ പിടിച്ചു നിന്നിരുന്നു. ആ 2 മക്കളുടെയും ഭാവിയെ മുന്നിൽ കണ്ടാണ് ഷൈനി ഈ കണ്ട ഉപദ്രവങ്ങളെല്ലാം സഹിച്ചവിടെ നിന്നത്. നോബി മാത്രമല്ല, നോബിയുടെ അച്ഛനും അമ്മയും എല്ലാം ഈ ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നു അത്രേ. ഇത് വെറുതെ പറഞ്ഞതല്ല, അവിടുത്തെ നാട്ടുകാരെല്ലാം തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. ആ നാട്ടിലെ ഒരാള് പോലും ആ കുടുംബത്തെ കുറിച്ച് നല്ലൊരു വാക്ക് പറയാനുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ബാക്കി കൂടെ കേട്ടു നോക്കാം. അന്ന് രാത്രിയിൽ ഇയാള് എടുത്തിട്ട് അടിച്ചു. രാവിലെ മുതൽ തുടങ്ങിയതാ. അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ടാ കേസിലൊക്കെ. അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ല. ബോബി ആ സമയത്തുണ്ട്. ആ വീട്ടിലുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാ പുള്ളി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞാ പോയി. അപ്പൊ എന്താ പറയുക, ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ ഉണ്ട്. അച്ഛൻ ആരെയാണ് ഈ പേടിക്കുന്നത്? ഈ പള്ളിനച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ ഇനി ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ടുള്ള ഒരു സംസാരമാണ്. അത് പുള്ളിയുടെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പള്ളികളെയും സഭയെയാണ് നിങ്ങൾക്ക് ഭയം. ചിലപ്പോ പള്ളിനച്ഛനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ സമുദായത്തിൽ ഒറ്റപ്പെടും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. അതോ ഇനി ദൈവകോപം ഉണ്ടാവുമെന്ന് ഓർത്തിട്ടാണോ? നിങ്ങളുടെ മകളും പേരക്കുട്ടികളുമാണ് മരിച്ചതെന്ന് നിങ്ങൾ ഓർക്കണം. ഈ പറഞ്ഞ സകല ആളുകളും നാട്ടുകാരും കുറ്റം പറയുന്നത് ഈ പള്ളിയിലച്ഛനെ തന്നെയാണ്. എന്നിട്ട് സ്വന്തം അച്ഛനായ നിങ്ങൾക്ക് അത് പറയാൻ പേടി. എന്തായാലും കൊള്ളാം, മകളും പേരക്കുട്ടികളും മരണപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെന്ന് തോന്നി ഇതിനിടയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ 1-2 കമന്റ് ഞാൻ വായിച്ചുതരാം. വന്നിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത്, ഈ അച്ഛന് ഒരു വിഷമവും ഇല്ല, ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു അപ്പൻ ഒരു മക്കൾക്കും ഉണ്ടാകാതിരിക്കട്ടെ. അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷം. ആ മക്കൾ കൃത്യമായി പണം അയക്കുന്നത് കൊണ്ട് സുഖിച്ചു കഴിയും. ആ സഹോദരിയും മക്കളും എങ്ങോ മറഞ്ഞുപോയി, കരുണ ചെയ്യട്ടെ. അങ്ങനെ ഭയങ്കര ഒരുപാട് ആൾക്കാർ വിഷമിച്ച് അവർക്കെതിരെ വിഷമിച്ചും ഇവർക്കെതിരെ കുറ്റം പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ചിരിച്ച് ഈ അച്ഛൻ ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നു, ഒരു കുഴപ്പമില്ല, അവര് പോയത് നന്നായെന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമന്റ് വരുന്നുണ്ട്. ദാരുണമായ മരണം ഇപ്പോഴും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും മാതാപിതാക്കൾ തന്നെയാണ് ഇവർ. സ്വന്തം പേരൻസ് ആയാൽ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കുക. വെറുതെ അല്ല ആ പാവം സ്ത്രീ മക്കളെയും കൂട്ടി മരണത്തിലേക്ക് പോയത്. ഇങ്ങനെ പോകുന്നു കമന്റ്. അച്ഛന്റെ സംസാര ശൈലിയും ഇടക്കുള്ള ഈ ചിരിയും ഒക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഇങ്ങനെയുള്ള കമന്റുകൾ ഇട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ആ സംസാരവും ശരിയൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയാണെന്നുള്ളതാണ്. എന്തായാലും മകളും പേരക്കുട്ടികളും ഒക്കെ മരിച്ചിട്ട് അവർക്ക് ദുഃഖമില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. നമ്മൾ അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഷൈനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകൾ വരണം. അതില്ലാതെ ഇവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അവരുടെ ദുഃഖം എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ അവരുടെ വിഷമങ്ങൾ അവർ സ്വകാര്യമായി വെക്കുന്നതാവാം. എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കരഞ്ഞോളണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ഷൈനിയുടെ വീട്ടുകാർക്ക് ഈ മരണത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. എന്തായാലും ബാക്കി കൂടെ അച്ഛൻ പറയുന്നത് കേട്ടോ. ആശുപത്രി പക്ഷേ അതിന് കുറ്റക്കാരൻ നമ്മളല്ലേ. ഗ്യാപ്പാ, 10-12 വർഷത്തെ ഗ്യാപ്പാ കൊച്ചിന്. അപ്പോൾ അതുകൊണ്ട് ആരും കൊടുക്കില്ല. നിയമാനുസൃതം അവർക്ക് കൊടുക്കാൻ പാടില്ല. മെഡിക്കൽ എത്തിക്സ് വെച്ചിട്ട് ജോലി കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളിങ്ങനെ തപ്പി വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി RNN ക്ലബ്സ് അവിടെ ഓൺലൈനിൽ കൂടെ എവിടെ ഇരുന്ന് കാശ് കൊടുക്കപ്പുള്ള ആംഗ്ലമാർ മുടക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് പഠിച്ച് തീർന്നിട്ട് ഇത് വീണ്ടും റെഫർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇനി ലാസ്റ്റ് പിന്നെ
ബോംബെയിൽ എവിടെയെങ്കിലും പോയേക്കാം എന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് തീരുമാനിക്കാൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ? ഇവിടെ ഒന്നും നടന്നില്ല. ഞാൻ ഇന്ന് ഹോളി ക്രോസിലെ പ്രിൻസിപ്പാളിനെ വരെ വിളിച്ചു ചോദിച്ചു മനസ്സിലായി എന്താണ് ഇത്ര പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നതിനെ കുറിച്ച്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചും അച്ഛന് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷൈനി. നാട്ടില് ജോലി കിട്ടിയില്ലെങ്കിൽ പുറത്തേക്ക് എവിടെയെങ്കിലും ജോലി തപ്പിയെടുക്കാമെന്നായിരുന്നു പ്ലാൻ. ഇവിടെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിനു ശേഷം വിദേശത്ത് പോകാനായിരുന്നു പദ്ധതി എന്നാണ് കേട്ടോ അച്ഛൻ പറയുന്നത്. എന്തായാലും ഷൈനി കൂട്ടുകാരിയെ വിളിച്ച് ജോലിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോ. ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ റേഷൻ കാർഡിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാമോ? നീ ഇവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ കൂടി. ഞാൻ ഓർക്കുമായിരുന്നു കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറി പോയി നോക്കിയാൽ വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോടെ എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലേക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് വന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യക്കാരുടെ വല്ല ഒരു വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസന്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജസ് ഒക്കെ ഉപയോഗം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുറേ ആയിട്ട് വന്നിട്ടുണ്ടോ? പിന്നെ വേറെ വിശേഷം പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളിക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നുണ്ട്. ഇപ്പം 4 മാസമായി. എല്ലാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എത്ര നാളായിട്ടും വക്കീലിന് ഇപ്പം അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഏപ്രിൽ 9 പ്രത്യേകിച്ച് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കിട്ടണമെന്നുള്ള പൈസ അയക്കുക കാണും. എന്താ ചേർക്കാൻ അറിയത്തില്ല. അതായത് വീണ്ടും പോകുന്ന പരിപാടിയാണ്. അതിപ്പോ ഒരു തീരുമാനമാവുന്നില്ല. അതിപ്പോ എത്ര നാളായി നിൽക്കാൻ തുടങ്ങി. കേട്ടല്ലോ, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്നും നന്നായി ജീവിക്കണമെന്നും ഉള്ള പ്രതീക്ഷയിലായിരുന്നു ഷൈനി. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ. എന്തായാലും ഭർത്താവായിട്ടുള്ള നോബി നാട്ടിൽ വന്ന സമയത്ത് തന്നെയാണ് ഈ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ അതിൽ നോബിയുടെ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാ വഴികളും അടങ്ങി മനം മടുത്ത് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അവിടെയും നോബി പള്ളിയിലച്ഛനും തന്നെയാണല്ലോ കാരണക്കാരൻ. അതുമല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.